അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ വീട്ടിൽ ഒരിക്കൽ ഒരു കള്ളൻ കയറി. അവിടുത്തെ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും അദ്ദേഹം കൊണ്ടുപോയി. പക്ഷേ ബഹുമാനപ്പെട്ടവർ അതൊന്നും വലിയ വിഷയമാക്കിയില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ ഖളാ എന്ന് കരുതി ബഹുമാനപ്പെട്ടവർ സബർ ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരെ വിലപിടിപ്പുള്ള ഒരു വസ്തു അല്ലെങ്കിൽ അവിടുത്തെ ഒരു വസ്ത്രം ഇങ്ങനെ ലേലം ചെയ്യുന്നത് ബഹുമാനപ്പെട്ടവർ കാണുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർക്ക് ബേജാറായിപ്പോയി. എൻ്റെ ഒരു വസ്തുവാണല്ലോ, എൻ്റെ ഒരു വസ്ത്രമാണല്ലോ അദ്ദേഹം ലേലം ചെയ്യുന്നത്, എന്തെങ്കിലും ഇടപെടണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ആ ഭാഗത്ത് തന്നെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് എത്രയോ പാഠങ്ങളുണ്ട്, ഇതിലൂടെ നാം എത്രയോ പഠിക്കാനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ദുനിയാവിൽ ജീവിക്കുന്നു, ദുനിയാവിൻ്റെ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നു. പക്ഷേ അതൊന്നും അവർ മനസ്സിൽ കയറ്റിയിട്ടല്ല ജീവിക്കുന്നത്, ആവശ്യത്തിന് വേണ്ടി മാത്രം. അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ഇങ്ങനെ അപരാധിപ്പെടുകയല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ആണ്, അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അതെല്ലാം അള്ളാഹു എനിക്ക് എന്നെ പരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് മഹാന്മാരൊക്കെ അതിൻ്റെ പേരിൽ സബർ ചെയ്യുകയാണ്. ഇത്തരത്തിലൊരു ഈമാനാണ്, ഇത്തരത്തിലുള്ളൊരു യഖീനാണ് നമുക്കുണ്ടാകേണ്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോഴേക്ക് എന്തെല്ലാം ആയി പോവുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന നിസ്കാരം പിന്നെ ഇല്ലാതെയായി പോവുകയാണ്. പിന്നെ അള്ളാഹുവിനെ ചീത്ത പറയാൻ പോവുകയാണ്. അള്ളാഹുവിൽ ഞാൻ ഇത്രയെല്ലാം ഇബാദത്ത് ചെയ്തിട്ടും എനിക്കാണോ ഇത്ര വലിയൊരു മുസീബത്ത് എനിക്ക് നൽകിയത് എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു പോവുകയാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത്രയെല്ലാം വലിയ ഇബാദത്തുള്ള, ഇത്രയെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കൽ വലിയ സ്ഥാനമുള്ള ബഹുമാനപ്പെട്ടവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ അങ്ങനെയൊന്നും ചിന്തിച്ചതല്ല. അതെല്ലാം അല്ലാഹുവിൻ്റെ ഖളാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അതിൻ്റെ ശേഷം അതാണ് ഇതിലൂടെ പഠിക്കേണ്ടത്. ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെ തന്നെ നിയന്ത്രിച്ച ആ ശൈലിയാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയല്ല ബഹുമാനപ്പെട്ടവർ ചെയ്തത്. എത്രത്തോളെന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് കട്ടുപോയ വസ്ത്രം ലേലം ചെയ്യുന്നത് സമയത്തുപോലും ബഹുമാനപ്പെട്ടവർ ആ ഭാഗത്തുപോൽ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ആ മനസ്സിൻ്റെ അവസ്ഥയായിരിക്കും, എന്തൊരു ഈമാനിൻ്റെ തെളിച്ചമായിരിക്കും ആ കൽബിലുള്ളത് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അതേ നമ്മളും വളരെ ഗൗരവത്തോടു കൂടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നേരിടുമ്പോൾ നാം വളരെ ഗൗരവത്തോടു കൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം കൈകാര്യം ചെയ്യേണ്ടത്. ദുനിയാവ് അനുഭവിക്കണം, ദുനിയാവിൻ്റെ വിഷയമായി നാം ബന്ധപ്പെടണം. പക്ഷേ അതിൽ ചെറിയൊരു കുറവ് വരുമ്പോഴേക്ക് നാം എല്ലാം അള്ളാഹുവിനെ മൊത്തം മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക്, നാം നിയന്ത്രണം വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് ഒരിക്കലും ആയിപ്പോകരുത് എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.